കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ അവസാനവും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കുഞ്ഞു റോക്കറ്റ് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ രീതിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ പേപ്പർ കൊണ്ടുള്ള ഒരു ട്യൂബാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ച് നമുക്ക് ട്യൂബ് ഉണ്ടാക്കാൻ പറ്റും. ഏത് സൈസിന് വേണമെങ്കിലും നമുക്ക് ട്യൂബ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ റോക്കറ്റിൻ്റെ ശക്തി ഈ സൈസ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും വരും. അതുകൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പേപ്പർ ട്യൂബിന് നല്ല കനം കൂടി വേണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെ കത്തി റോക്കറ്റ് ഉയരില്ല. അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയ ട്യൂബ് ഇങ്ങനെ ഊരിയെടുത്ത് പശ ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രണ്ടാമത്തെ ഇന്ധനമാണ് ഞാൻ ഈ രണ്ടാമത്തെ റോക്കറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യം പഞ്ചാരയും പൊട്ടാസ്യം നൈട്രേറ്റുമാണ്. 60% പൊട്ടാസ്യം നൈട്രേറ്റ്, 40% പഞ്ചാര ഇതുപോലെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ കാണിച്ച് നല്ലതായിട്ട് ഉരുക്കിയെടുക്കുക. ഉരുക്കി ഒരുമാതിരി ഈ പഞ്ചാര മിഠായി ഉണ്ടാക്കുന്നത് പോലെ ഒരുമാതിരി ഉരുക്കി നല്ല രീതിയിൽ ഒരു ചാര കളർ വരുമ്പം നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഈ അനുപാതം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ശക്തി കുറയും, റോക്കറ്റ് വർക്ക് ചെയ്യൂല. നല്ല രീതിയിൽ പൊടിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഉരുക്കി ഒരു ബ്രൗൺ നിറത്തിലാകുമ്പോൾ നമുക്ക് എടുത്ത് ട്യൂബിൻ്റെ അകത്തേക്ക് നിറയ്ക്കാം. ട്യൂബിൻ്റെ അകത്തേക്ക് നിറച്ച് ഏതാണ്ട് ഒരു കട്ടിയായ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമുക്കൊരു ആണി ഉപയോഗിച്ചതിൻ്റെ നടുക്കൊരു ദ്വാരം ഇടണം. അപ്പോൾ നമ്മുടെ റോക്കറ്റ് മോട്ടോർ ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് നമ്മളതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്ന മിശ്രിതത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. ഉരുക്കിയ പഞ്ചാര കട്ടി പോലിരിക്കുന്ന ഈ സാധനം നിങ്ങൾ കാണുന്നത് പോലെയല്ല, വളരെ ഭയങ്കരമായിട്ട് കത്തുന്ന ഒരു മിശ്രിതമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഉരുക്കിയെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വളരെ കുറഞ്ഞ അളവിൽ വളരെ ചെറിയ തീയിൽ മാത്രമേ ഉരുക്കിയെടുക്കാവൂ. അഥവാ ഇത് കത്തുകയാണെങ്കിൽ മാറ്റി അങ്ങ് വെച്ചിരുന്നാൽ മതി. വളരെയധികം പുക ഇതിൽ നിന്ന് പുറത്തു വരും. ട്യൂബിന് കുറച്ചുകൂടി ശക്തി കിട്ടാൻ കുറച്ച് പേപ്പർ ടേപ്പും പിന്നീട് ഈ ടെയിലും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് റെഡിയായി കഴിയും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ റോക്കറ്റിനും ബാധകമാണ്. പിന്നെ ഇതുപോലുള്ള രാസമിശ്രിതങ്ങളെക്കുറിച്ച് മറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ ഈ റോക്കറ്റിൻ്റെ മുകളറ്റം കംപ്ലീറ്റ് അടച്ചിരിക്കണം. ഒരു പേപ്പറും ഈ ടേപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റും. വളരെ ഈസിയാണ്. കൃത്യമായ അനുപാതത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉരുകിയതിന് ശേഷം മാത്രം ഈ ട്യൂബിൻ്റെ അകത്ത് നിറച്ചാൽ മാത്രമേ ഇത് റോക്കറ്റ് വർക്ക് ചെയ്യുകയുള്ളൂ. കാരണം ഈ മിശ്രിതത്തിൻ്റെ ശക്തി ഇത് ചേർക്കുന്നതിൻ്റെ ആ ഒരു രീതിക്ക് അനുസരിച്ച് കുറയും. അത് കാരണം ഇതിൻ്റെ ശക്തി ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന റോക്കറ്റ് ഉയരുകയില്ല. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ റോക്കറ്റ് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.